Now let us see some problems in general plane motion. Let us see a question. ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 1 മീറ്റർ റോൾസ് 1 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ റോൾസ് without slipping on a plane AB. It's a horizontal plane AB. Its center has a velocity of 20 meter per second. Find velocity of point D and velocity of point E on the cylinder. As shown. That is the question given. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതിൻ്റെ കൂടെ ഉള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എ സിലിണ്ടർ ഓഫ് റേഡിയസ് 1 മീറ്റർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എ ബി എന്ന് പറഞ്ഞ പ്ലെയിനിൽ ഒരു സിലിണ്ടർ റോൾ ചെയ്യാണ്, സ്ലിപ്പിംഗ് ഇല്ലാതെ കറക്റ്റായിട്ട് റോൾ ചെയ്ത് പോവാണ്. ഇങ്ങനെ റോൾ ചെയ്യണമെന്ന് അസ്യൂം ചെയ്യാം. Then C is the center, this is point D and this is point E. So ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ സിലിണ്ടർ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈ പോയിന്റിന്റെ വെലോസിറ്റി, ഇതിന്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി ദാറ്റ് ഈസ് വി ഡി ആൻഡ് വി ഇ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ ഫിഗർ ഇതാണ് സിലിണ്ടർ എ ബി, ദിസ് ഈസ് ഒ, സി, ഇ ആൻഡ് ഡി. ഇത് ഡി, ഇത് ഇ, ഇത് സി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ ഈ പോയിന്റ് ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ. അതായത് ഒരു ടയർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ റോൾ ചെയ്യുമ്പോൾ, സ്ലിപ്പിംഗ് ഇല്ലാതെ റോൾ ചെയ്യുമ്പോൾ അത് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ആയിരിക്കും എപ്പോഴും ഇൻസ്റ്റന്റേനിയസ് സെന്റർ. കാരണം ഈ പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യാനായുള്ള ടെൻഡൻസി ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഈ സിലിണ്ടറിന് ഉണ്ടാവുക. കാരണം ഇത് ഇവിടം വരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടം വരെ ഇത് ഉള്ളുവെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും? ഇത് റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ടച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് ഇതിനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ജനറൽ പ്ലെയിൻ മോഷൻ അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എങ്കിൽ നമുക്കറിയാം ദി വെലോസിറ്റി ഓഫ് എ പോയിന്റ്, എനി പോയിന്റ്, നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് velocity of any point on the body which is in general plane motion is directly proportional to the distance from the instantaneous center to that point. അപ്പോൾ നമ്മൾ VE, for example, VE is proportional to, if O is the instantaneous center, OE is the distance, it should be proportional to OE. VE is proportional to OE. Similarly, VD is also proportional to this distance, OD. If you consider C, VC will be proportional to OC, this distance.
So in this way, any velocity of any point can be found out in this case. If you assume that this is the instantaneous center of rotation. Okay. And this can be written as V is equal to omega into OE. Did not? Omega into OE. And VD is also equal to omega into OD. VC equal to omega into OC. So these are the equations we have to use to solve this problem. Okay. നമുക്കറിയാം velocity of center C is equal to 20 meter per second. It is given. നമുക്ക് assume ചെയ്യാം ഇത് ഇങ്ങനെ ഇങ്ങോട്ടാണെന്ന് assume ചെയ്യാം. Velocity of center. ഇത് 20 meter per second. ഇങ്ങനെ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ടയർ റോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സിലിണ്ടർ റോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നത്. ഇങ്ങനെ റോൾ ചെയ്യുന്ന ഇതിന്റെ സെന്ററിന്റെ വെലോസിറ്റി ഇതാണ്. സെന്റർ പോയിന്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്ത് പോകുന്നത്. ദെൻ ഇൻസ്റ്റന്റേനിയസ് സെന്ററിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കറിയാം VC is proportional to OC. This is OC. VC is proportional to OC. ഈ OC എത്രയാ? ഇതിന്റെ റേഡിയസ് 1 മീറ്റർ ആണ്. That means this distance is 1 meter. ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. This distance is 1 meter. അപ്പോൾ OC is 1 meter. Or this can be written as VC equal to omega into OC. So VC's value is given എത്ര 20 equal to omega is, we need to find omega. Omega നമുക്ക് അറിയില്ല, omega നമുക്ക് കണ്ടുപിടിക്കാം. OC നമുക്കറിയാം, it is 1 meter. Therefore omega equal to 20 radians per second. Omega എന്ന് പറയുന്നത് 20 radians per second ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒമേഗ കോൺസ്റ്റന്റ് ആണ് എല്ലാ പോയിന്റും. ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഒമേഗ എല്ലാ പോയിന്റും സെയിം ആണ്, കാരണം ഇറ്റ് ഈസ് എ പ്യൂർ റൊട്ടേഷൻ. അപ്പോൾ ഒമേഗ കോൺസ്റ്റന്റ് ആണ്, വാല്യൂ മാഗ്നിറ്റ്യൂഡ് 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെലോസിറ്റി ഓഫ് ഇ VE ഈക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ഇൻറ്റു OE. ഒമേഗ നമുക്ക് എത്ര കിട്ടിയ 20 ഇൻറ്റു OE ഈസ് എത്രയായിരിക്കും? 2 into 1 diameter, so 2. So OE is equal to 40 meter per second. അതാണ് VE. Velocity of point E is 40 meter per second. മനസ്സിലായില്ലേ? Velocity of E is equal to omega into OE. Omega നമുക്ക് ഇവിടുന്ന് കിട്ടി. Omega is equal to 20 radians per second വെച്ചിട്ട് കിട്ടിയപ്പോൾ 20 into 2 is equal to 40 meter per second എന്ന് കിട്ടി. അപ്പോൾ this is 40 meter per second. 40 meter per second ആണത്. ഓക്കെ, അതുപോലെ നമുക്ക് VD കിട്ടണം നമുക്ക്, അല്ലേ? VD നമുക്ക് കിട്ടണം, വെലോസിറ്റി ഓഫ് D കിട്ടണം. വെലോസിറ്റി ഓഫ് D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു OD. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു OD. Now to find out OD, എത്രയായിരിക്കും? OD is the hypotenuse of this right angle triangle. Is it not? So OD equal to square root of 1 square plus 1 square equal to root 2. 1 square plus 1 square equal to root 2. So VD equal to omega's value, we got it as 20 meter radians per second. So 20 into root 2 is equal to 20 root 2, and that is 28.28 meter per second. So that is the velocity of D. That is VD. Now as a check, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. എത്ര ആയിരിക്കും ഇത്? വെലോസിറ്റി 0 ആയിരിക്കും. കാരണം
ഡിസ്റ്റൻസ് 0 ആണ്, വെലോസിറ്റി 0 ആണ്. ഒന്ന്. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി, സെന്ററിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ സെന്റർ 20 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓൾ ദ പോയിന്റ്സ് വിൽ ബി മൂവിങ് വിത്ത് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ പോയിന്റ് 20 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും, ഇതിന് 20 ഉണ്ടാവും, ഇതിന് 20 ഉണ്ടാവും, ഇതിന് 20 ഉണ്ടാവും, ഇതിനും 20 ഇങ്ങോട്ടുണ്ടാവും, 20 ഇങ്ങോട്ടുണ്ടാവും. ഇനി ഈ അറ്റ് ദ സെയിം ടൈം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓരോ പോയിന്റും വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആയിരിക്കും. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാ? R ഇൻറ്റു ഒമേഗ. ഒമേഗ നമുക്ക് കിട്ടി, 20 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഓരോ പോയിന്റിനും R ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞ് ഒരു വെലോസിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 20 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 20 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 20 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. ഇപ്പൊ ഇങ്ങോട്ടൊരു 20 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങോട്ടൊരു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് ഇതിന് 0 വെലോസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ. സോ ദിസ് ഈസ് ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ and all other points velocity can be found out using the distance from instantaneous center. The equation velocity is proportional to distance. Okay, so VE equal to 40 meter per second. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വേണ്ടി നോക്കാം. ഇതിന് ഈ സെന്ററിന്റെ വെലോസിറ്റി സെയിം വെലോസിറ്റി ഇതിനുണ്ടാവും, 20 ഉണ്ട് ഇങ്ങോട്ട് തന്നെ. പിന്നെ റൊട്ടേഷൻ കൊണ്ട് ലീനിയർ വെലോസിറ്റി വേറെ ഉണ്ട്, സെയിം 20 ഇങ്ങോട്ടുണ്ടാവും. 20 + 20 40. അങ്ങനെ നമുക്ക് ഇത് കിട്ടും, ഈ 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ആൻഡ് VD ഈസ് ഈക്വൽ ടു 28.28 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസേഴ്സ്.